എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ കോതമംഗലത്ത് ശക്തമായ പോരാട്ടം നടക്കുന്നു. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ CPI മുന്നിട്ടിറങ്ങുമ്പോൾ എതിരാളി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷിബു തെക്കുംപുറമാണ്. 10 കൊല്ലത്തെ വികസനത്തിന് LDF വോട്ട് ചോദിക്കുമ്പോൾ അടിസ്ഥാന വികസനവും വന്യജീവി ശല്യവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം മണ്ഡലത്തിൽ കറങ്ങുന്നത്. കുറേ കാലമായി ഷിബു തെക്കുംപുറം ഈ മണ്ഡലത്തിൽ സജീവമായിരുന്നു താൻ. മണ്ഡലങ്ങളിലൊന്നാണ് കോതമംഗലം എന്ന് പറയുന്നത്. കോതമംഗലത്ത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷിബു തെക്കുംപുറമാണ് മത്സരിക്കുന്നത്. ഇത് രണ്ടാം വട്ടമാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട് ആത്മവിശ്വാസം? UDFന് കൈവിട്ടുപോയ ഈ നിയോജകമണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കും. അതാണ് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയമെന്ന് പറയുന്നത് വികസന മുരടിപ്പാണ്. കോതമംഗലം നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷമായി എല്ലാ തരത്തിലും വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡലമാണ്. പുതിയ പദ്ധതികളോ പുതിയ പരിപാടികളോ ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തുടങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. ഈ കാര്യം നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സ്കൂളുകളുടെ നവീകരണം, റോഡുകളുടെ നവീകരണം, പുതിയ റിംഗ് ബൈപ്പാസ് റോഡ്, അങ്ങനെ പുതിയ കുറേ പ്രോജക്റ്റുകളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ലാതെ കോതമംഗലത്തിൻ്റെതായ വികസനം ഏത് മേഖലയിലായിരുന്നു സാധ്യമാകേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ UDFനെ കൊണ്ട് സാധിക്കും. പ്രധാനപ്പെട്ട പദ്ധതിയാണ് തങ്കളം കാക്കനാട് റോഡ്. തങ്കളം കാക്കനാട് റോഡ് 30 കിലോമീറ്റർ കൊണ്ട് 4 വരി പാതയിലൂടെ കാക്കനാട് എത്താൻ തക്കവണ്ണമുള്ള ഒരു വലിയ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് UDF വിഭാവനം ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, അതിനെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് കൂടി മുന്നോട്ട് പോയി. മേഖലയിൽ പൊതുവിലുള്ള പൊതുപ്രശ്നങ്ങൾ അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. ആ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, ആ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ വിലയിരുത്തപ്പെടില്ല. പിന്നെ 8 പേരാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് ഈ നിയോജകമണ്ഡലത്തിൽ മരണപ്പെട്ടത്. 100ഓളം പേർക്ക് അതിദാരുണമായ നിലയിൽ പരിക്കേൽക്കുകയുണ്ടായി. ആയിരക്കണക്കിന് കൃഷി നശിപ്പിക്കപ്പെട്ടു. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിലെ കുടിയേറ്റ കർഷകരെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി എടുത്തിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ തവണ 2020 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഒപ്പം BDJSൻ്റെ സ്ഥാനാർത്ഥി ഉണ്ട്. ഇത്തവണ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. അത് ഭീഷണിയാവും തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് സൽഭരണം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. ഒരു വലിയ മോചനമാണ് ജനങ്ങൾ ഈ ഭരണത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയും LDFുമായിട്ടുള്ള രാഷ്ട്രീയമായ മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ തിളക്കമാർന്ന വിജയം ഐക്യ ജനാധിപത്യ മുന്നണി ഈ നിയോജകമണ്ഡലത്തിൽ നേടും. ഷിബു തെക്കുംപുറമാണ് നമ്മൾ സംസാരിച്ചത്. UDFൻ്റെ കയ്യിലിരുന്ന മണ്ഡലം അത് തിരിച്ച് UDFൻ്റെ കയ്യിലേക്ക് പിടിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് അദ്ദേഹം കോതമംഗലത്തെ കളത്തിന് ഇറങ്ങുന്നത്. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ലാൽകൃഷ്ണ, 24 കോതമംഗലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.